ഹരേ കൃഷ്ണ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമദ് ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദശധാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ജയ പ്രഭുപദ ജയ പ്രഭുപദ ജയ പ്രഭുപദ ജയ പ്രഭുപദ ജയ ഗുരുദേവാ ജയ ഗുരുദേവാ ജയ ഗുരുദേവാ ജയ ഗുരുദേവാ. സായി ഗൗര ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ നിതായ് ഗൗര ഹരി ബോൽ. ഹരേ കൃഷ്ണ. ഇത് വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാളിലുള്ള മായാപൂർ ധാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മായാപൂർ ധാം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇസ്കോൺ, ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന ഇസ്കോൺ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് മായാപൂർ ധാം. എൻ്റെ ഈ പുറവശത്ത് കാണുന്നത് മായാപൂർ ചന്ദ്രോദയ ടെമ്പിളാണ്. ഏകദേശം 2026 പുതിയ ഈ ടെമ്പിൾ പണിയെല്ലാം പൂർത്തീകരിച്ച് ഇനാഗുറേറ്റ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്രം തുറന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ വലിപ്പം കൊണ്ട് ഏറ്റവും വലിയ ക്ഷേത്രം ഇതായിട്ട് മാറും. ഈ മായാപൂർ ധാം ഇരിക്കുന്ന സ്ഥലം 9 ദ്വീപുകൾ, നവദ്വീപിൽ പ്രധാനപ്പെട്ട ദ്വീപായ അന്തർദ്വീപിലാണ് ഈ മായാപൂർ ധാം ഇരിക്കുന്നത്. ഈ അന്തർദ്വീപ്, അതായത് മായാപൂർ ധാം ഇരിക്കുന്ന ഈ സ്ഥലം ഏകദേശം 800 ഏക്കറിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ പുറകിൽ കാണുന്ന ഈ ചന്ദ്രോദയ ടെമ്പിൾ ഏകദേശം 6 ലക്ഷം സ്ക്വയർ ഫീറ്റിനകത്താണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. അതേപോലെ തന്നെ 2.5 ഏക്കർ ആണ് അതിനകത്ത് ആ ക്ഷേത്രത്തിൻ്റെ വിസ്തൃതി. അതേപോലെ തന്നെ ഉയരം ഏകദേശം 350 അടിയോളം വരും. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ രാധാമാധവാണ്, ശ്രീകൃഷ്ണനും രാധാദേവിയുമാണ്. അതേപോലെ തന്നെ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യൻ, ഹരിദാസ് ഠാക്കൂർ, ശ്രീവാസ് ഠാക്കൂർ, അങ്ങനെ പഞ്ചതത്വം. ചൈതന്യ മഹാപ്രഭുവിനെ ഒരുപക്ഷെ കേരളത്തിലുള്ളവർക്ക് അറിയാമെങ്കിലും പരിപൂർണമായിട്ട് അറിയാൻ സാധ്യത ഉണ്ടാവില്ല. 500 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണ ഭഗവാനും അതേപോലെ തന്നെ രാധാറാണിയും സംയുക്തമായിട്ട് ഒരു അവതാരമെടുത്തു. പുരാണങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭുവായിട്ട് നാമാവതാരമായിട്ട്, ഭഗവാന്റെ കലിയുഗത്തിൽ നാമാവതാരമായിട്ട് സ്വർണ്ണ നിറത്തിൽ ഗൗരാംഗൻ, ചൈതന്യ മഹാപ്രഭുവിൻ്റെ മറ്റൊരു പേരാണ് ഗൗരാംഗനായിട്ട് അവതരിച്ചു. അപ്പോൾ ആ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ബർത്ത് പ്ലേസാണ് ഈ മായാപൂർ ഉള്ള ഈ നവദ്വീപിൽ ഉള്ള ഈ
മായാപൂർ ധാമിൽ. അപ്പോൾ അവിടെ ഹരിനാമം പ്രചരിപ്പിക്കാൻ തന്നെ ആ കാലഘട്ടം മുതലാണ് നാമസങ്കീർത്തനം ലോകമെമ്പാടും പ്രചരിക്കാൻ തുടങ്ങിയത്. ആ നാമം പ്രചരിപ്പിക്കാനായിട്ടാണ് ചൈതന്യ മഹാപ്രഭു അവതരിപ്പിച്ചത്. അപ്പോൾ ആ കാലയളവിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ ഭഗവാനായതുകൊണ്ട് ഭഗവാന്റെ കൂടെ ശിവൻ, നാരദൻ, ബ്രഹ്മാവ്, ബലരാമൻ, വിഷ്ണു ഭഗവാൻ ഇവരെല്ലാം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ കാലയളവിൽ ലീലയിൽ പങ്കെടുക്കാനായിട്ട് അവതരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ബലരാമനായിട്ട് നിത്യാനന്ദ പ്രഭുവാണ്. അതുപോലെ തന്നെ നാരദനാണ് ശ്രീവാസ് താക്കൂറായിട്ട് വന്നത്. അതുപോലെ തന്നെ ശിവനും വിഷ്ണുവും ചേർന്ന് അദ്വൈതാചാര്യനായിട്ട് വന്നു ആ കാലയളവിൽ. അതുപോലെ തന്നെ ബ്രഹ്മാവ് ഹരിദാസ് താക്കൂറായിട്ട് വന്നു, നാമാചാര്യൻ ഹരിദാസ് താക്കൂർ. ഒരു ദിവസം 24 മണിക്കൂറിൽ 3 ലക്ഷം പ്രാവശ്യം ഹരിനാമം ജപിക്കുമായിരുന്നു ഹരിദാസ് താക്കൂർ. അങ്ങനെ ഇവരെല്ലാം ചേർന്ന് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ലീലകൾ നടന്ന സ്ഥലമാണത്. അതുമായിട്ട് ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളുമൊക്കെ നടന്ന ഒരു സ്ഥലമാണിത്. ചൈതന്യ മഹാപ്രഭു നമ്മുടെ കേരളത്തിലൊക്കെ വന്നിരുന്നു. ആ കാലയളവിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ അദ്ദേഹം വന്നിരുന്നു നാമം പ്രചരിപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ നവദ്വീപ് എന്ന് പറയുന്നത് നവവിധ ഭക്തിയുടെ പര്യായമാണ് നവദ്വീപ്. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ നരസിംഹ ക്ഷേത്രം ഈ ചന്ദ്രോദയ മന്ദിറിനകത്താണ്. അതുപോലെ തന്നെ ചന്ദ്രോദയ മന്ദിർ ലോകത്തിലെ വളരെ വലിയ ഒരു അത്ഭുതമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വേദിക് പ്ലാനറ്റോറിയമാണ്. ക്ഷേത്രം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ആത്മീയപരമായിട്ടുള്ള ഒരു വലിയൊരു ക്ഷേത്രമാണിത്. അതുപോലെ തന്നെ നവദ്വീപ് എന്ന് പറയുന്ന ഒരു ആത്മീയ ലോകമാണ്. ഇവിടെ 24 മണിക്കൂറും നാമസങ്കീർത്തനം, രാത്രിയിലും പകലും എല്ലാം ഹരിനാമ സങ്കീർത്തനം നടക്കുന്ന ഒരു സ്ഥലമാണ്. വൃന്ദാവനത്തിലെ പോലെ തന്നെ ഇവിടെ അതുപോലെ ഒരു സ്ഥലം ലോകത്ത് വളരെ അപൂർവമായിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും കാണുമായിരിക്കും. അതുപോലെ തന്നെ ഇസ്കോണിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഭക്തർ വളരെ ആത്മവിശ്വാസത്തോടുകൂടി വളരെ ഭക്തിയോടുകൂടി വന്ന് ഭഗവാനെ ദർശിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇതിവിടെ വന്ന് ഭഗവാന്റെ ലീലകൾ നടന്ന ഈ സ്ഥലങ്ങളെല്ലാം കണ്ട് ചൈതന്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലീലകൾ നടന്ന സ്ഥലങ്ങളെല്ലാം കണ്ട് ഭക്തിയുടെ ആ ഒരു ആത്മനിർവൃതി അടഞ്ഞ് ഭക്തിവൃക്ഷ അവരുടെ അതിന് വേണ്ട വെള്ളവും മറ്റു വളവും ഒക്കെ ഇട്ട് ആത്മീയപരമായിട്ട് വളരെയധികം പുരോഗതി നേടിയാണ് അവരിവിടുന്ന് പോകുന്നത്. ഇവിടെ കൃഷിയിടങ്ങൾ, അതുപോലെ തന്നെ ഗോശാല, അതുപോലെ തന്നെ പൂന്തോട്ടം ഇവയെല്ലാം ഉണ്ട്. ഈ ചുറ്റിനും കാണുന്ന ഈ ബിൽഡിങ്ങുകളിലെല്ലാം ഇതുപോലെ തന്നെ ഭക്തന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ വിദേശീയർക്ക് വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള സ്ഥലം എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ ഏകദേശം ഒരു 15,000-നും 20,000-നും ഇടയ്ക്ക് എല്ലാവർക്കും ദിവസവും പ്രസാദം അന്നദാനം കൊടുക്കുന്നുണ്ട് ഇവിടെ. അത്ര മഹത്തായ ഒരു ഭഗവത് കാരുണ്യത്താലുള്ള ഒരു വളരെ ഭഗവത് പ്രസാദം ഇവിടെ കൊടുക്കുന്നുണ്ട്, വയറ് നിറയെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ആത്മീയ ലോകം, ഇവിടെ ഇങ്ങനെ ഒരു ആത്മീയ ലോകം നമ്മളിവിടെ നേരിട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ എന്താണ് ആത്മീയ ലോകം അല്ലെ ആത്മീയപരമായിട്ടുള്ള ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. വേറെ ഒരിടത്തു നിന്ന് നമ്മളിവിടെ വന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളി ആത്മീയപരമായിട്ടായിരിക്കും നമ്മളിവിടെ നീങ്ങുന്നത്. 24 മണിക്കൂറും ആ സ്പിരിച്വൽ എനർജി നമ്മളിലേക്ക് പ്രവഹിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ഉള്ളത്. ആ ക്ഷേത്രത്തിനകത്ത് നരസിംഹ ഭഗവാനുണ്ട്. അതുപോലെ തന്നെ പഞ്ചതത്വം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലഘട്ടത്തിൽ ഭഗവാൻ ബലരാമനെ, ശിവനെ, നാരദമുനി, അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനെ, ബ്രഹ്മാവ് ഇവരെല്ലാം അവതരിച്ച് പഞ്ചതത്വ ആ ക്ഷേത്രം ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അഷ്ടസഖികൾ, രാധാറാണിയും ഭഗവാനും നിൽക്കുന്നതോടൊപ്പം അഷ്ടസഖികൾ ചേർന്നാണ് അവിടുത്തെ ആ ഒരു പ്രതിഷ്ഠകൾ. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ നേരത്തെയൊക്കെ അതിൻ്റെ അവിടുത്തെ നടക്കുന്ന ആരതിയും സന്ധ്യാരതി, അതുപോലെ തന്നെ തുളസി ആരതി, മംഗളാരതി, ഇതുപോലുള്ള ആരതികളൊക്കെ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഈ ആരതികളിലൊക്കെ ക്ഷേത്രത്തിനകത്തും പുറത്തും ഒക്കെ നിന്ന് പങ്കുകൊള്ളുന്നത്.
അത്ര കൈകൊട്ടി വളരെ ആനന്ദ നൃത്തം ചെയ്തുകൊണ്ടാണ് അവർ ആ ഒരു ആത്മീയപരമായിട്ടുള്ള ആ എനർജി അവർ ഭഗവാനിൽ നിന്ന് സ്വീകരിക്കുന്നത്. അത്ര കേരളത്തിൽ നമുക്ക്, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ മായാപൂർ ധാമം വരുന്നത്. കേട്ടിട്ടുണ്ട്, ഞാൻ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നിട്ട് ഏകദേശം 14 വർഷത്തിനോളം അടുത്തായി. ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വരാൻ കഴിഞ്ഞത്. അതിന് ഭാഗ്യമുണ്ടായത് ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ടുമാണ് അതിന് ഇവിടെ വരാനായിട്ട് ഭാഗ്യമുണ്ടായത്. എല്ലാ വർഷവും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പോരുമ്പോഴൊരു വിഷമമാണ്. എല്ലാ വർഷവും ഇവിടെ വരണമെന്നുള്ളതാണ് ആഗ്രഹം. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇവിടെ വന്ന് ഇവിടുത്തെ ഈ ആത്മീയപരമായിട്ടുള്ള ഈ പ്രദേശത്ത് വന്ന് താമസിക്കുകയും ഇവിടെ വന്ന് ഭഗവാന്റെ ദർശനം എടുക്കുകയും ചെയ്യുന്നത് ഏറ്റവും വലിയൊരു പുണ്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള ആത്മീയപരമായിട്ടുള്ള ഈ സ്ഥലങ്ങളിൽ വന്ന്, നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾ പോലെ അല്ല ഇവിടുത്തെ രൂപകൽപ്പനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ പൂജാവിധികളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ശങ്കര സമ്പ്രദായ പ്രകാരമാണ് അവിടെയുള്ള പൂജാവിധികൾ. പക്ഷേ എന്നാൽ ഇവിടുത്തെ പൂജാവിധികളെല്ലാം പാഞ്ചരാത്ര വിധി പ്രകാരം ഭഗവാനെ വളരെ ആഡംബരത്തോടുകൂടി ക്ഷേത്രം അടച്ചൊരു പൂജയില്ല, ക്ഷേത്രമെല്ലാം തുറന്ന് ആണ് ഇവിടുത്തെ പൂജകളുമെല്ലാം. നമുക്കെല്ലാം കണ്ടുകൊണ്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർക്ക് കൈകൊട്ടി ഭഗവാനെ അതുപോലെ ഹർഷോന്മാദത്തോടുകൂടി കണ്ടുകൊണ്ട് ആ പൂജകളെല്ലാം നമുക്ക് ആ ഭക്തിയിൽ ആറാടാൻ പറ്റും. അതാണ്. അതുപോലെ തന്നെ ഭജൻസ്, കീർത്തൻസ് ഇവിടെ നോൺ സ്റ്റോപ്പാണ്. ഇവിടെ 24 മണിക്കൂർ കീർത്തനാണ്. അത് നല്ല സ്വീറ്റായിട്ടുള്ള വിദേശീയരായിട്ടുള്ളവരും സ്വദേശീയരായിട്ടുള്ളവരും ഒക്കെ അവർ ധരിപ്പിക്കുന്ന കീർത്തനങ്ങളൊക്കെ വളരെ മനോഹരമാണ്. നമ്മളത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനേ നമുക്ക് തോന്നത്തില്ല. അത്ര സ്വീറ്റാണ്. നമ്മൾ ആഹാരം പോലും നമ്മൾ മറന്നു, അത്ര സ്വീറ്റായിട്ടാണ് ഇവിടുത്തെ കീർത്തനൊക്കെ. എന്ത് തന്നെയാണെന്നാലും വരാൻ ഭാഗ്യമുണ്ടായാലും വളരെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് വരാൻ ഭാഗ്യമുണ്ടായി. ഹരേ കൃഷ്ണ. ഏതെങ്കിലും തരത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും ഈ വന്ന് കാണേണ്ട ഒരു പ്രദേശമാണ് മായാപൂർ ധാം. ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.